നമുക്ക് ഓട്സ് കൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു ദോശ തയ്യാറാക്കിയാലോ? ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ദോശയാണ്. അരിയും ഉഴുന്നും ഒന്നും കൂടാതെയുള്ളൊരു ദോശ. എന്നാൽ നമുക്ക് ഓട്സ് ഉപയോഗിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ദോശ തയ്യാറാക്കാം. ഇനി ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഓട്സ്, വെള്ളം, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചീരയില, തക്കാളി, മല്ലിയില, ക്യാരറ്റ്, മുട്ട. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മസാലയാണ്: കുരുമുളക്, ഉപ്പ്, ജീരകം, എള്ള്. ഞാനിവിടെ 1 കപ്പ് ഓട്സ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലെ കട്ടയൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്യാം. ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഇപ്പം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കാം. രണ്ടാമത്തെ മുട്ട പൊട്ടിക്കാം നമുക്ക്. ഇനി ലാസ്റ്റ് മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുട്ട ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിൾ ആണ്. ഞാനിവിടെ 1/4 കപ്പ് ചീരയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീരയിലയ്ക്ക് പകരം നമുക്ക് മുരിങ്ങയിലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, 1/4 കപ്പ് തക്കാളിക്ക, 1/4 കപ്പ് സവോള അല്ലെങ്കിൽ ചെറുള്ളി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് മല്ലിയില 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകം 1 ടീസ്പൂൺ, എള്ള് 1 ടീസ്പൂൺ. ഇനി ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ അയഞ്ഞ് കിട്ടണം. ഒത്തിരി അയഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി മുറുകി പോകാനും പാടില്ല. ഇതിപ്പോൾ നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ ഒന്ന് ചുറ്റിക്കാം. ഇനി നമുക്ക് പാനിലേക്ക് 1 തവി ഓട്സ് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതിൻ്റെ ഒരു വശം ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്താ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ദോശ. നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 കപ്പ് ഓട്സ് കൊണ്ട് ഇത്രയധികം ദോശ കിട്ടി. ഇനി ഈ ദോശ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. ഈ ദോശയ്ക്കൊരു മീഡിയം ടേസ്റ്റാണുള്ളത്. ജീരകത്തിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ ആ ടേസ്റ്റാണ് ഇതിനുള്ളത് കൂടുതലായിട്ട്. പിന്നെ ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ.